കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എൽദോയുടെ സംസ്കാരം ഉച്ചയ്ക്ക് 2-ന് നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. 11 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും എന്നാണ് അറിയുന്നത്. വലിയ പ്രതിഷേധം കോതമംഗലം കുട്ടമ്പുഴയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ കാട്ടാന എൽദോസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം വലിയ പ്രതിഷേധത്തിലായിരുന്നു നാട്ടുകാർ. മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ആ പ്രതിഷേധത്തിനൊടുവിൽ 7 മണിക്കൂറിന് ശേഷം മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാൻ അവർ അനുവദിക്കുമ്പോഴും ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. അവിടെ ജനകീയ ഹർത്താൽ നടക്കുകയാണ്. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുധീഷ്, ഒരു നാട് ഒന്നടങ്കം ഭീതിയിലാണ്. അവരിലൊരാളെ കാട്ടാന ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്നുള്ള ആവശ്യം അവർ ഈ ഒരു സംഭവത്തെ തുടർന്ന് മാത്രമല്ല വളരെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഉറപ്പ് അല്ലെങ്കിൽ നടപടികൾ അവർക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവരുടെ അവസ്ഥ എന്താണ്? ഇന്നലെ രാത്രിയിൽ ഈ മൃതദേഹം മാറ്റുന്നത് തടഞ്ഞുകൊണ്ട് നാട്ടുകാർ നടത്തിയ ശക്തമായ പ്രതിഷേധത്തിന് ശേഷവും വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു നടപടിയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. വാരിക്കുഴി കുത്തിക്കൊണ്ട് ആന കയറുന്നത് തടയുന്നതിനുള്ള സംവിധാനം അത് ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും അത്തരം ഒരു പ്രവൃത്തികളും ആരംഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധവും നാട്ടുകാർ ഇപ്പോൾ തന്നെ അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം 2 മണിക്കാണ് ചേലാട് ഉള്ള പള്ളി സെമിത്തേരിയിൽ മർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുശേഷമാണ് പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് ഇന്നലെ എൽദോസിനെ അതിക്രൂരമായി ആന കൊല്ലുന്നത്. ആനയുടെ ഈ ആക്രമണം ഇന്നലെയും നിരവധി കാട്ടാന കൂട്ടങ്ങൾ ഇതിന് സമീപ പ്രദേശങ്ങളിലൊക്കെ നാട്ടുകാർ കണ്ടിരുന്നതായും പറയുന്നു. അത്രയ്ക്കും വന്യജീവി ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ഈ നാട്ടുകാരുടെ ഈ ഭീഷണിക്ക് പരിഹാരം കാണുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അധികൃതരും വലിയ വീഴ്ച തന്നെയാണ് വരുത്തുന്നത്. അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ ഓരോരുത്തരെയും നമുക്ക് കുറ്റപ്പെടുത്താതെ നിവർത്തിയില്ല. കാരണം തെരുവ് വിളക്കുകൾ തെളിയിക്കുന്നതിൽ പോലും വലിയ അനാസ്ഥകൾ കാണിച്ചു. ഇന്നലെ എൽദോസ് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രദേശത്ത് പോലും വിളക്ക് സ്ഥാപിച്ചത്. അത്തരത്തിലുള്ള അനാസ്ഥകൾ തുടരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വേണ്ട മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും സമാന രീതിയിൽ വീഴ്ചകൾ തുടരുകയാണ്. ഇത് ഒരു സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു നടപടിയായി മാത്രം ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ കാണുന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം. കാരണം ഇത് എല്ലാം തന്നെ അത് ഒരു തരത്തിലും ഇവിടെ ഗുണകരമായ രീതിയിലല്ല ഒരു പദ്ധതികളും നടപ്പാക്കുന്നതെന്നതാണ് നാട്ടുകാരുടെ തന്നെ ആക്ഷേപം. നമുക്ക് നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിലൂടെ പോകാം. ചേട്ടാ, ഇവിടെയുള്ള ഇത്തരം നടപടികൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൊക്കെ എത്രത്തോളം അനാസ്ഥയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? സുരക്ഷാ നടപടികൾ വളരെ മോശമായിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫെൻസിങ് ആദ്യം ചെയ്തെങ്കിൽ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചാർജ് ചെയ്ത ഫെൻസിങ് വീണ്ടും ആന നശിപ്പിച്ച് കളഞ്ഞു. പിന്നീട് അതിൻ്റെ പുനരുദ്ധാരണത്തിനുള്ള പരിപാടികളും നടത്തിയിട്ടില്ല. അങ്ങനെ കുറേ മോശം രീതികളുണ്ട്. അതുപോലെ സ്കൂൾ കുട്ടികൾ അവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അവർ പേരൻസ് ആരെങ്കിലും വിളിച്ചാൽ ചെല്ലുന്നതിന് ശേഷം മാത്രമാണ് കുട്ടികൾ അവിടെ നിന്ന് വിടുന്നത്. കാരണം ഒറ്റയ്ക്ക് കുട്ടികൾക്ക് നടന്നു വരാൻ പറ്റില്ല. രാവിലെ കൊണ്ടുവിടുന്നത് അങ്ങനെ തന്നെയാണ്. ഈ പേരൻസ് കൊണ്ടുവിടുന്നത് തന്നെ അച്ഛനും അമ്മയായിരിക്കില്ല, അവരുടെ അമ്മമാർ മുത്തശ്ശനായിരിക്കും. അവരും ഇതേപോലെ പേടിച്ചാണ് ഈ കാട്ടിക്കൂടെ നടന്നു പോകുന്നത്. അപ്പോൾ അവർക്കുള്ള സുരക്ഷ തീരെ കുറവാണ്. ഈ RRTക്ക് ഒരു സ്വന്തം വാഹനം പോലും ഇല്ല, പിന്നെ എങ്ങനെ അവർക്ക് പ്രവർത്തിക്കാനും? എല്ലാം നടപടിക്രമങ്ങളുടെ താമസമാണെന്നാണ് ഇന്ന് രാവിലെ തന്നെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ RRTക്ക് വാഹനം പോലും ഇല്ലാതെ എന്ത് ചെയ്യാനാണ് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആ പാടുള്ളത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരൊക്കെ ചെയ്യാവുന്നതിന് പരിധിയിൽ അവർക്ക് മുകളിൽ നിന്ന് ഓർഡർ വരാതെ ചെയ്യാൻ പറ്റില്ല. അവരുടെ നടപടി നിങ്ങൾക്കൊക്കെ പിഴ ചുമത്തുക ഇല്ലേ, നിങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിനപ്പുറം നിങ്ങൾക്കൊരു സംരക്ഷണം തരുന്നതിൽ അവരും പരാജയപ്പെടും. അല്ല, അവർ ജനങ്ങൾക്ക് സംരക്ഷണം തരുന്നത് ഞങ്ങളുടെ ജോലിയല്ല, അത് പോലീസിൻ്റെ ജോലിയാണെന്നാണ് പറയുന്നത്. അവർക്ക് മൃഗങ്ങൾക്ക് സംരക്ഷണം ചെയ്യാനുള്ള ജോലി മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അതാണ് അവർ പറയുന്ന കാര്യങ്ങൾ. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് പോലീസുകാരാണ്. അപ്പോൾ അവരുടെ ജോലി ചെയ്യണം. ഇന്നലെ തന്നെ ഈ വാഗ്ദാനങ്ങൾ അതൊക്കെ ഈ ചൂടോടുകൂടി തന്നെ അത് നടപ്പാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്നലെ കളക്ടർ വന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഉറപ്പുണ്ട്. ഏകദേശം നടത്തും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നടപടി ഉണ്ടാകും തന്നെ വിചാരിക്കുന്നു.
എന്തായാലും കളക്ടർ ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്നലെ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എത്ര മുന്നോട്ട് പോയി എന്നത് വിലയിരുത്താനായി അവലോകന യോഗം 27-ാം തീയതി കുട്ടമ്പുഴ വെച്ച് തന്നെ കൂടും. കളക്ടറുടെ കൂടി സാന്നിധ്യത്തിൽ കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു പ്രതീക്ഷയായി തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ ഒരു പ്രവൃത്തികളും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നത് ഇവരെ നിരാശരാക്കുന്നുമുണ്ട്. അതിൻ്റെ എല്ലാ ഒരു പ്രതിഷേധവും എൽദോസിൻ്റെ വേർപാടിലുള്ള നൊമ്പരവും എല്ലാം കൂട്ടി രൂപപ്പെടുന്ന ഒരു വലിയ പ്രതിഷേധം തന്നെയാവും ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകുക എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്തു തന്നെ ആയാലും ഒരു വലിയ ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി ഈ പ്രദേശവാസികളെല്ലാം തന്നെ കടുത്ത ഭീതിയിലുമാണ്. ഇതിന് ഏതാനും മാസങ്ങൾക്ക് ഈ മുമ്പാണ് കാട്ടാന ഈ ജനവാസ പ്രദേശത്ത് വരുന്നു, ഒരാളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു, അതിനുശേഷം പിന്നീട് ഈ കാട്ടാന ഏത് ഭാഗത്തേക്ക് പോയി എന്നതിനെക്കുറിച്ചോ അത് തിരിച്ചു വരാനുള്ള സാധ്യതകളോ അത് കാട് കയറി കാണുമോ തുടങ്ങിയ ചില പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ വനംവകുപ്പ് എന്തൊക്കെ നടപടികൾ എടുക്കുന്നു? ഇത് സംബന്ധിച്ച് വനം വകുപ്പിൽ നിന്നും കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ കാടിനെ അടുത്തറിയാവുന്ന ഇവിടെ ജനിച്ചു വളർന്ന പ്രായമുള്ളവരടക്കം പറയുന്നത് ഇവിടെ നിന്നും ഉള്ളിലേക്കുള്ള കാട്ടിലേക്കാണ് ആന പോയിട്ടുണ്ടാകുക. അവിടെ ജലാശയങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അതിന് ആവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങളും അവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തമ്പടിച്ചിരിക്കാനാണ് സാധ്യത. ഒരാഴ്ചയോളമെങ്കിലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കും. അതിനുശേഷം മാത്രമേ ഉൾക്കാട്ടിലേക്ക് ആന പോകാൻ സാധ്യതയുള്ളൂ. ഇനിയും എപ്പോൾ വേണമെങ്കിൽ, ഇപ്പോൾ ആൾക്കാർ കൂടി നിൽക്കുന്നതുകൊണ്ടും മറ്റും ആന മാറി നിൽക്കുന്നെങ്കിൽ പോലും എപ്പോൾ വേണേ വീണ്ടും ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ആന എത്താമെന്ന ഒരു ഭീതി തന്നെയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കുള്ള യാത്രയും എല്ലാം തന്നെ വലിയ രീതിയിൽ ഭീതിയോടെ തന്നെയാണ് ഇവർ നടത്തുന്നതും. ഇപ്പോൾ തന്നെ പകൽ പോലും പോകാൻ ഭയമാണ് എന്നതാണ് പറയുന്നത്. ഈ പ്രദേശത്ത് തന്നെ ആനയെ കണ്ട നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പ്രതികരിച്ചവരൊക്കെ തന്നെയും പറഞ്ഞത് വലിയ രീതിയിൽ പകൽ പോലും ഭീഷണി ഉയർത്തിക്കൊണ്ട് ആനയെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ലോട്ടറി കച്ചവടക്കാരനെ ആന ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി, തുമ്പിക്കൈ കൊണ്ട് അടിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ചേട്ടാ, ഇപ്പോൾ ഈ ആന അത് ഇപ്പോഴും ഒരു ഭീഷണിയായി തന്നെ ഈ പ്രദേശത്ത് തന്നെ കാണാനല്ലേ സാർ? പ്രദേശത്ത് ഇനി ഒരു 7 ദിവസം കഴിയാതെ കൊണ്ട് ഈ ആന ഇവിടുന്ന് പോകാൻ ഒരു സാധ്യതയില്ല. സാധാരണ ഒരാന ഒരാളെ ആക്രമിച്ച് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരം വിട്ടുപോകാൻ അവനും മടിയാണ്. ഈ രക്തത്തിൻ്റെ മണം പറഞ്ഞ ആന ഇവിടെ മണം എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആന വിട്ടു പോകണമെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും കഴിയാതെ പോകില്ല ഈ സ്പോട്ടിൽ നിന്ന്. ഇതിനെ തുരത്താനുള്ള, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യം എന്താ, ഇതിനെ പിടിച്ചുകൊണ്ട് പോകണമെന്നത് തന്നെയാണോ നിരന്തരം ഭീഷണിയായി? എൻ്റെയൊക്കെ ഉദ്ദേശം നമുക്ക് 72 വയസ്സായി. ഈ 72 വയസ്സിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ വന്ന പിന്നെ പല സ്ഥലത്തും ആനകൾ ചവിട്ടി മനുഷ്യരെ ഉപദ്രവിച്ച് കൊല്ലും, പിടിച്ച് ഓടിക്കും, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേവരെ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ കൊടുത്തു. അന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ഒരു നോട്ടം ഉണ്ടാവില്ല. ജനങ്ങൾക്ക് ജനങ്ങളുടെ ഒരു കാര്യത്തിനും പിന്നെ ഒരു ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ ഒരു സുരക്ഷയ്ക്ക് വിവിധ കാര്യങ്ങൾ വാഗ്ദാനങ്ങളാണ് നൽകിയേക്കുന്നത്. അതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ സമയം വരെ നടന്നിട്ടില്ല. ഇപ്പോൾ മണി 10 കഴിഞ്ഞു. ഫെൻസിങ്ങിനും മറ്റും ഇന്ന് തന്നെ രാവിലെ നടപടി 8 മണിക്ക് പണി തുടങ്ങുന്നതാണ്. ട്രഞ്ച് താത്തിൽ ഇതൊക്കെ തുടങ്ങുന്നതാണ് പറഞ്ഞേക്കണേ. ഇതേവരെ നമ്മൾ പത്രത്തിനകത്തും ടി വിയിലും ഈ വാർത്തകൾ ഇന്നലെ മുതൽ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കണം. ഇതേവരെ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് സംരക്ഷണം തരാമെന്ന് പറഞ്ഞാലായി കഴിഞ്ഞ് ഒരു സംരക്ഷണവും ഇപ്പോൾ ഈ നേരം വരെ കിട്ടിയിട്ടില്ല. ഈ മൃതദേഹം മാറ്റുന്നത് വരെ എല്ലാം പറഞ്ഞു, അതോടെ ആ ഒരു പ്രശ്നം തീർന്നു എന്നുള്ള ആ പൈസ കൊടുത്തു, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കൊടുത്ത് മാത്രമാണ് ഇതിനകത്ത് അവർ പ്രവർത്തിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ നടന്നത് വെച്ചാൽ ഈ ജനങ്ങൾ ഇനി ഒന്നിച്ച് ഇപ്പം ഇന്നലെ അക്രമമൊന്നും ഉണ്ടായില്ല. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ജനം തിരിഞ്ഞ് ആക്രമിക്കും. അതിനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഇവിടുന്ന് പലരും ഒഴിഞ്ഞു പോകുന്ന, ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ കൃഷി സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര വെല്ലുവിളി തന്നെ അല്ലേ നിങ്ങൾ നേരിടുന്നത്? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പകരം വെല്ലുവിളിയാണ്. ഒരു മനുഷ്യന് ഒരു പകൽ പോലും ഇപ്പോൾ യാത്ര ചെയ്യാൻ മേലാത്ത ഒരു അസൗകര്യമാണ് ഇപ്പോൾ ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും ആന ആക്രമിക്കാം, ഏത് സമയത്തും. കൊച്ചുകുട്ടികൾ വള്ളുവെടുത്തി പോകുന്നുണ്ട്, അവർ നടന്നു വന്നവരുണ്ട്, ബസ്സിൽ വന്നവരുണ്ട്. ഇവർക്ക് ആർക്കും ഒരു സംരക്ഷണമില്ല. എന്താണ് ഇതിൻ്റെ നടപടി? ഞങ്ങളൊക്കെ ഈ പറയുന്നതല്ലാതെ കഴിഞ്ഞ് വേറെ ഒരു പ്രയോജനവും ഇല്ല വേണം. അതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ പ്രതിഷേധിച്ചിട്ടോ ഒന്നും ഒരു നടപടിയും, ഇവർക്ക് ആശ്വാസകരമായ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷമവും ആശങ്കയുമല്ല. ഇനി എങ്ങനെ നാളുകളിൽ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച് വലിയ ഒരു അങ്കലാപ്പ് തന്നെയാണ് ഇവരുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ പ്രകടമാകുന്നത്. അതോടൊപ്പം തന്നെയാണ് എൽദോയുടെ ജീവൻ നഷ്ടപ്പെട്ടതിലുള്ള ഒരു വലിയ വിഷമവും അവരുടെ കുടുംബം, അവർക്കുള്ള ഏക ആശ്രയമായിരുന്നു പ്രായമായ
അച്ഛനും അമ്മയും അവിവാഹിതയായ ഒരു സഹോദരിയുമാണുള്ളത്. അവർക്ക് ഇനിയും ആര് തുണയുണ്ട് എന്ന ഒരു വലിയ ചോദ്യവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കാത്ത തരത്തിലുള്ള കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നത് തന്നെയാണ്. മൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണമെന്ന ആവശ്യവും വർഷങ്ങളായി ഇവിടെ കഴിയുന്നവരാണ്. ഇതിൻ്റെ പിൻതലമുറക്കാർ മുതൽ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ്, ജനവാസ കേന്ദ്രമാണ്. പലരും ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പോവാതെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നതും. ഓക്കെ, ശരി സുധീഷ്. ഏതായാലും ഈ കുടുംബത്തിനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുടുംബത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും രോഗികളായ അച്ഛൻ്റെ അമ്മയുടെയും ഏക ആശ്രയമായിരുന്നു എൽദോസ്. ആ ജീവനാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ജീവന് അവിടെ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യമാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്.